ഹസ്ന ഉംറ സംഘം വെള്ളിയാഴ്ച പ്രഭാതമായപ്പോൾ പരിസര സിയാറയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. പ്രഭാതം 7 മണിക്ക് തന്നെ പരിശുദ്ധമായ ഹറമിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ, ഹറമിൻ്റെ പരിസരത്തുള്ള ഓരോ ചരിത്രങ്ങൾ മനസ്സിലാക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ നടന്നു നീങ്ങി. പ്രഭാതമായതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച സമയമായതുകൊണ്ട് തന്നെ കാര്യമായ തിരക്കുകൾ ഉണ്ട്. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ ദിവസം അധികം വൈകാതെ തന്നെ നമ്മൾ എത്തിയാലേ നമുക്ക് ജുമുഅക്ക് ഇവിടെ നേരത്തെ എത്താൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഹസന ഉംറ സംഘം ഇവിടെ നടന്നു നീങ്ങി പരിശുദ്ധമായ ഹറമിൻ്റെ വലതുവശത്തു കൂടെയാണ് നമ്മൾ ആദ്യമായി നടന്നു നീങ്ങാറുള്ളത്. അങ്ങനെ പോയി ഹറമിൻ്റെ ബാക്ക് വശം എത്തുന്നത് വരെ പോവാറുണ്ട്. ആ കാണുന്ന ഏരിയ, ആ വലത് സൈഡിലാണ് ഏരിയയാണ് മർവ. അതിൻ്റെ ഏരിയ മനസ്സിലായില്ലേ? സൊഫ മർവ. ഈ സൊഫ എന്ന് പറയുന്ന ആ ഒരു ഏരിയക്ക് പറയുന്ന മറ്റൊരു പേരാണ് അർഖം ഇബ്നു അർഖം എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു വലിയ മഹാന്റെ വീടുണ്ടായിരുന്ന സ്ഥലമാണ്. അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന സ്ഥലം. ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് ഇന്ന് എത്ര വയസ്സായത്? 35. മാഷാ അല്ലാഹ്. അല്ല, പെട്ടെന്ന് കൂടില്ല, അത് ഡ്രൈവറത്തെ കാര്യങ്ങൾ. 35 വയസ്സ് കഴിഞ്ഞ ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് അല്ലേ? നമുക്കിപ്പോൾ തൽക്കാലം പെട്ടെന്ന് ഒരു 5 വയസ്സ് കൂട്ടാം. 40-ാം വയസ്സിലാണ് ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പാക്ക് നുബൂവത്ത് ലഭിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണല്ലേ. ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് 40 വയസ്സിൽ നുബൂവത്ത് ലഭിച്ചു. 3 വർഷം മുത്തായ തങ്ങളുപ്പാപ്പ രഹസ്യ പ്രബോധനമായിരുന്നു നടത്തിയിരുന്നത്. ആദ്യം തന്നെ നുബൂവത്ത് ഇന്ന് കിട്ടി, നാളെ കൊണ്ടായിട്ട് പെട്ടെന്ന് പബ്ലിക്കാക്കില്ല. ആരംഭപ്പൂവായ തങ്ങൾ രഹസ്യമായ പ്രബോധനമായിരുന്നു നടത്തിയിരുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇസ്ലാം എന്ന പുണ്യമാക്കപ്പെട്ട ആ ഒരു ആശയത്തെ നമ്മുടെ ഈ ജനങ്ങളിലേക്ക് ഇടുന്ന സമയത്ത് അത് രഹസ്യമായ രീതിയിൽ ആദ്യം കൊണ്ടുവന്നു, പിന്നീട് പബ്ലിക്കാക്കുക എന്ന ലക്ഷ്യത്തോടെ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ 40 വയസ്സിൽ നുബൂവത്ത് ലഭിച്ചു. അന്ന് മുതൽ ആരംഭപ്പൂവായ തങ്ങളുപ്പാപ്പ പ്രബോധനം കാര്യമായി നടത്തിയിരുന്ന 3 വർഷം പ്രബോധനം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ആ സൊഫ എന്നുള്ള സ്ഥലത്തുള്ള അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലം. അവിടെയായിരുന്നു അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു വീടുണ്ടായിരുന്നത്. എന്താ ഈ അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു വീട് തിരഞ്ഞെടുക്കാൻ കാരണം? അർഖം റളിയല്ലാഹു അൻഹു, അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു എന്നുള്ളവർ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവരിൽ പെട്ടവരാണ്. ഞാൻ ചോദിക്കട്ടെ, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? ഉസ്താദുമാരല്ലാത്ത എല്ലാവർക്കും പറയാം. നിങ്ങളെന്താ പറഞ്ഞേ? ഖദീജ പറഞ്ഞു. എന്താണ് ആ ഖദീജ ബി? നിങ്ങളാണ് അബൂബക്കർ സിദ്ദീഖ്? ആരാ? എന്നാ ബാക്കി പറയൂ. സിദ്ദീഖങ്ങളോ? അപ്പോ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് ഖദീജ ഉമ്മയാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് പിന്നെ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയെ പറയാൻ കാരണം? ഖദീജ ഉമ്മ എന്നുള്ളത് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മിനിയാന്ന് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ അമ്മായി കൂട്ടത്തിലുള്ള അങ്ങനെ അമ്മ എൻ്റെ കുടുംബക്കാരുണ്ടാവും പറയാറില്ലെന്ന്. അതായത് ഖദീജ ഉമ്മയാണ് സ്വീകരിച്ചത് എന്ന് ആദ്യം പബ്ലിക്കിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പിന്നെ അങ്ങനെ തന്നെ മുഹമ്മദിൻ്റെ ഭാര്യയല്ലേ, സ്വീകരിക്കുമല്ലോ എന്ന ഒരു നിസ്സാര വൽക്കരണം അവിടെ വന്നു പോകും. മനസ്സിലായില്ലേ? അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഹബീബായ തങ്ങളുപ്പാപ്പ ഖദീജ ഉമ്മയെ അവിടെ പബ്ലിക്കിൽ എന്നായി പൊതുവിൽ പറയാതിരുന്നത് എന്ന് മഹാന്മാർ പറഞ്ഞതായി കാണാം. ഏതായാലും അങ്ങനെ ആദ്യ കാലത്ത് 3 വർഷം പ്രബോധനം നടത്തിയിരുന്നു അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു വീട്ടിൽ വെച്ചുകൊണ്ട്. ഈ അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട് തിരഞ്ഞെടുക്കാൻ കാരണം, അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ഒരു റളിയല്ലാഹു അൻഹു 10 വന്ന തിരുവോളി രണ്ടാം പേര് വന്നട്ടോ. അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു അവര് അന്ന് അബൂജഹലിന്റെ കുടുംബക്കാരനാണ്. മനസ്സിലായില്ലേ? അതായത് ഹബീബായ തങ്ങൾ ഒരു ആശയം കൊണ്ടുവന്നിട്ട് ഒരു കൂട്ടം ആൾക്കാരെ പുറത്ത് മാറിക്കണം കാണുമ്പോൾ, അല്ലെങ്കിൽ ഹബീബിന്റെ കുടുംബക്കാരിൽ ഇങ്ങനെ കൂട്ടം കൂടിക്കുമ്പോൾ എന്താ അബൂജഹലിന്റെ സംഘത്തിന് സംശയം എന്തോ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പൊ ഈ അർഖം തങ്ങളുപ്പാപ്പ ആരാണ്? അബൂജഹലിന്റെ കുടുംബക്കാരാണ്. അപ്പൊ ആ ഒരു നിലയ്ക്ക് പ്രബോധനത്തിന്റെ രീതി എളുപ്പമാവാൻ വേണ്ടി മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ തെരഞ്ഞെടുത്തിരുന്നതായിരുന്നു അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു വീട്ടാ. ഇവിടെ വെച്ചുകൊണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഉമർ തങ്ങളുപ്പാപ്പാനല്ലേ, അതായത് മുത്തായ തങ്ങളുപ്പാപ്പാനെ തലെടുക്കാൻ വന്നു പറയില്ലേ, അങ്ങനെ ഉമർ തങ്ങളുപ്പാപ്പ ഇസ്ലാം സ്വീകരിച്ചതും ഇവിടെ വെച്ചുകൊണ്ടായിരുന്നു ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അത്ര മഹത്വമുള്ള സ്ഥലമാണ് ആ സൊഫ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു വീടിൻ്റെ സ്ഥലം. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ശ്രദ്ധ വരൂ, ചിന്ത വരൂ, എല്ലാവരും കണ്ടുപോരില്ലേ? പോന്ന് ഇവിടെ ലൈറ്റ് ഹൗസ് നിങ്ങൾ കണ്ടില്ലേ?
ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ, അതായത് സൊഫക്കും മറവക്കും ഇടയിലുള്ള ഈ ഒരു ഏരിയയിലാണ് അത് ഖദീജ ഉമ്മയുടെ വീട് എന്നുള്ളത് ചരിത്ര ഗ്രന്ഥകന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. നമ്മുടെ അമീറുമാർക്ക് ഒരു സംഘം ഉണ്ടായിരുന്നു. അതിൽ വെച്ചുകൊണ്ട് അമീറുമാർക്ക് ക്ലാസ് എടുക്കാൻ വന്ന ഒരു ഉസ്താദ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, ഇവിടെ ഇന്നും എന്തുണ്ട്, ഖദീജ ഉമ്മയുടെ വീട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ട് അത്രേ. അപ്പോൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ഇപ്പോൾ അർക്കം തങ്ങൾ പാപ്പാൻ്റെ വീട് ഒക്കെ പോയില്ലേ, അങ്ങനെ ഡെവലപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖദീജ ഉമ്മയുടെ വീടും പൊളിക്കാൻ വേണ്ടി പോവാം. നാളെ പ്രഭാതത്തിൽ ജോലിക്കാർ വന്നാലും ചെയ്യാനുള്ളത് ഖദീജ ഉമ്മാൻ്റെ വീട് പൊളിക്കണം. ഈ സമയത്ത് അന്നുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഞാൻ ഓർക്കുന്നില്ല, അത് ആ അന്നുണ്ടായ ഭരണാധികാരി അവരെന്ത് അന്നത്തെ ഇവിടുത്തെ ഭരണാധികാരിയോട് ഇവിടുത്തെ പ്രധാനപ്പെട്ട മുഫ്തി പോയിക്കൊണ്ട് പറഞ്ഞു, ഖദീജ ഉമ്മയുടെ വീട് നിങ്ങൾ പൊളിക്കരുത്, അത് വരും തലമുറക്കൊരു ഓർമ്മയായിക്കൊണ്ട് ബാക്കി വെക്കണം, ബാക്കിയെല്ലാം പൊളിച്ചോളൂ അങ്ങനെ പറയുകയും അന്നവർ പറഞ്ഞ പ്രകാരം ഈ കാണുന്ന സ്ഥലത്ത് അണ്ടർഗ്രൗണ്ടിൽ ഇന്നും ഖദീജ ഉമ്മാൻ്റെ വീട് ലോക്ക് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട് എന്നർത്ഥം. നമ്മൾ മുകൾ കൂടെ നടക്കുന്നു. എന്നിട്ട് ഈ ഇവിടുത്തെ മക്കയിലെ പ്രധാനപ്പെട്ട ചരിത്രകാരനായ ഒരു അബ്ദു യമാനി എന്നുള്ളവർ അവരുടെ ചരിത്ര ബുക്കിൽ രേഖപ്പെടുത്തിയതായി കാണാം. അവർ പറയുന്നത് വരും തലമുറയ്ക്ക് ഇനി അങ്ങനൊരു അവസരം ഉണ്ടായേക്കാം, ഇവിടെ ഭരണം മാറിക്കഴിഞ്ഞാൽ ഖദീജ ഉമ്മയുടെ വീട് തുറക്കപ്പെടുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഖദീജ ഉമ്മയുടെ വീട് നമുക്കെല്ലാവരും കാണാം. അപ്പോൾ ആ വീട് കേടാക്കാൻ വേണ്ടി അതിനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം. ഓക്കെ അല്ലേ? ആമീൻ. ഓ, ആ പുഞ്ചിരിയിലാണ് മുത്തേ. ഇനി എല്ലാവരും വലതിലേക്ക് നോക്കൂ. മറവയുടെ ഭാഗം അല്ലേ, മറവയുടെ ഭാഗം കണ്ടില്ലേ? ആ മറവയുടെ ഭാഗത്താണ് ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, ആ ഖദീജ ഉമ്മാൻ്റെ വീട് എന്ന ഹബീബ തങ്ങളുപ്പാബി തങ്ങളൊക്കെ താമസിച്ച ഖദീജ ഉമ്മയും എന്താണ് അവരുടെ താമസിച്ച വീടിട്ടാ. ഇൻഷാ അല്ലാഹ് മുത്തിൻ്റെ വീട് വേറെ പറഞ്ഞിട്ടാ. ഈ വലസെല്ലാം കാണില്ല, അതാണ് മറവയുടെ ഏരിയ അല്ലേ. ആ മറവയുടെ ഏരിയയിലായിരുന്നു ഒരു കല്ലുണ്ടായിരുന്നു. ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് 40 വയസ്സിലാണ് നുബൂവത്ത് ലഭിച്ചതല്ലേ. 40 വയസ്സിലാണ് നുബൂവത്ത് ലഭിച്ചത് എങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിനു മുമ്പേ കല്ലും മുള്ളും മരവും എല്ലാം സംസാരിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമ്മളെല്ലാവരും പഠിച്ചതാണ്. അപ്പോൾ ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുവഴി ഇങ്ങനെ പോകുമ്പോൾ സ്ഥിരമായി അവിടെ എന്തായിരുന്നു ഒരു സലാം പറഞ്ഞിരുന്ന കല്ലുണ്ടായിരുന്നു. ദുഖാഖുൽ ഹിജ്ർ എന്ന പേരാണ് ആ സ്ഥലത്ത് അറിയപ്പെടുന്നത്. അതായത് അവിടെ മുത്തുനബിയോട് സ്ഥിരമായി സലാം പറഞ്ഞിരുന്ന ഒരു കല്ലുണ്ടായിരുന്നു. ഇന്നും ആ കല്ലില്ല കേട്ടോ. അതൊക്കെ പൂർവിക ഹിസ്റ്ററിയാണ് പറയുന്നത്. ഓക്കെ, കണ്ടോ? ആ വീട്ടിലായിരുന്നു ആമിന ഉമ്മ എന്ന മഹദിയുടെ ആ ഒരു പവിത്രമായ കുഞ്ഞായിക്കൊണ്ട് ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ഭൂജാതനായത് ആ ഒരു വീട്ടിൽ നിന്നല്ല, ആ ഒരു ഏരിയയിൽ. അതൊക്കെ പിന്നീട് വന്നാട്ടാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12 ഈ ലോകത്തേക്ക് ഭൂജാതനായ പവിത്രമായ സ്ഥലമാണ് ആ വീട് എന്ന സ്ഥലട്ടാ. നമ്മൾ അങ്ങോട്ട് പോകും, പക്ഷെ അവിടെ നിൽക്കാൻ സമ്മതിക്കൂല പോലീസ്. അതുകൊണ്ടാണ് ഇവിടുന്ന് പറഞ്ഞേട്ടാ. കണ്ടില്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ ബാക്കി വിശദമായി അവിടുന്ന് പറഞ്ഞേട്ടാ. അതിൻ്റെ മുകളിലേക്ക് എല്ലാവരും നോക്കൂ, ഒരു മല കാണുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ ഒന്ന് കാണുന്നുണ്ട് പറഞ്ഞോളൂ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ 40-ാം വയസ്സിൽ നുബൂവത്ത് ലഭിച്ചു. 3 വർഷം ഇവിടെ ദീനീ പ്രബോധനം നടത്തി പറഞ്ഞില്ലേ. 3 വർഷത്തിന് ശേഷം 43-ാമത് വയസ്സിൽ മുത്തായ തങ്ങൾ പബ്ലിക്കിലേക്ക് ദീനീ പ്രബോധനം പറയുകയാണ്. അത് ഇൻഷാ അല്ലാഹ് അവിടെയാണ് അവിടുന്ന് പറഞ്ഞത് കേട്ടാ. അതായത് അതിന് മുമ്പ് ഇവിടുന്ന് കാര്യം പറയാം. ഏതായാലും പറഞ്ഞ ഈ കാണുന്ന മലയുടെ ഇടതുവശം ആ മലയാണ് ജബൽ ഷിയാബ് അബി തോലിബ് മലഞ്ചെരു എന്ന് അതിനെ പറയാം. പറയുന്നതിന് മുമ്പ് സുഹൃത്തുക്കൾ വന്നുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തൽക്കാലം പറഞ്ഞയച്ചു. ഇവിടെ പൊതുവിലുള്ള ഒരു അവസ്ഥ ഇങ്ങനെയാണ്. ഏതായാലും പ്രിയപ്പെട്ട ഉപ്പമാർക്കും ഉമ്മമാർക്കും ചരിത്രങ്ങൾ ഏകദേശം കഴിയാവുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഞങ്ങൾ നടന്നു നീങ്ങി. അങ്ങനെ ഷിയാബ് അബി തോലിബ് എല്ലാം വിശദീകരിച്ചു. ശേഷം ഞങ്ങൾ എത്തിപ്പെട്ടത് മസ്ജിദുൽ ജിന്നിൻ്റെ ചാരയായിരുന്നു. അവിടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും എല്ലാവർക്കും ഒരു ഹദിയയുമായി ഒരു സൗദി വന്നിരുന്നു. അങ്ങനെ ഹദിയെല്ലാം വാങ്ങിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട ഉമ്മമാർക്ക് കിട്ടിയതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓഹരി വെക്കുന്ന മനോഹരമായ കാഴ്ചകളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നബിയു സഖലൈൻ എന്ന് പറഞ്ഞാൽ ഇരു കൂട്ടർക്കും നബിയായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് മാത്രമല്ല മുത്തായ തങ്ങൾ നബിയാണ്, അതായത് ജിന്നുകൾക്കും നബിയായിരുന്നു. അങ്ങനെയുള്ള ഹബീബായ തങ്ങൾ പാപ്പ ജിന്നുകളുമായി പല സമയങ്ങളിലായിക്കൊണ്ട് സഹവസിച്ചിരുന്ന ഒരു ഇടമാണ് ഈ പള്ളി നിൽക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട് ചരിത്രങ്ങൾ കേട്ടാ. ഈ കാണുന്ന സ്ഥലം
എന്താണ് ഇപ്പൊ ഈ സ്ഥലത്തിന്റെ മഹത്വം? ഒന്ന് മുത്തായ തങ്ങൾ, ജിന്നുകൾ എല്ലാം സഹവസിക്കുന്ന പവിത്രമായ സ്ഥലം. അതുകൊണ്ടാണ് ഈ പള്ളിയെ മസ്ജിദുൽ ജിന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ വെച്ചുകൊണ്ടായിരുന്നു പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്താവുന്ന ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്, ആ സൂറത്തുൽ ജിന്നിലെ ആ സൂറത്തുൽ ജിന്ന് എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങിയ ഒരു സ്ഥലം കൂടെയാണ് ഈ കാണുന്ന ഒരു ഇടം കേട്ടോ. ഓക്കെ, ആ അവിടെയാണ് പള്ളി. അല്ലാ, ഇനി എല്ലാവരും പിന്നിലേക്ക് നോക്കൂ. പിന്നിലേക്ക് എന്താണ് കാണുന്നത്? ഹംസക്ക പിന്നിലേക്കാണ് നോക്കേണ്ടത്, ഇങ്ങോട്ടാ നോക്കേണ്ടത്? ഈ വഴിയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഈ വഴി, ഓക്കെ, ഈ വഴിയെ അറിയപ്പെടുന്നത് ത്വരീഖുൽ ഹിജ്ർ, ഹബീബായ തങ്ങൾ പാപ്പ ഹിജ്റ പോയ വഴി എന്ന്. മനസ്സിലായില്ലേ? ഹബീബായ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയ്ക്ക് പോയില്ലേ? മക്കയിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു, പാതിരാത്രി പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്നുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ കഅബയിലേക്ക് നോക്കി ദുആ ചെയ്തതെല്ലാം പറഞ്ഞിരുന്നല്ലോ അല്ലേ? അതിനുശേഷം ഹബീബായ തങ്ങൾ നേരെ വന്ന് ജന്നത്തുൽ വഅലയിലേക്കാണ് പറഞ്ഞില്ല ഖദീജ ഉമ്മാനത്തേക്ക്. അപ്പൊ തങ്ങൾ വന്ന വഴിയാണ് അന്ന് ത്വരീഖുൽ ഹിജ്റ പോയ വഴിയാട്ടെ ഈ കാണുന്ന വഴി. ഒന്ന്. രണ്ടാമത് ദർഹുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അംബിയാക്കെല്ലാം വന്ന വഴിയാണിത്, അതായത് പരിശുദ്ധ ഹറമിലേക്ക്. അതുപോലെ തന്നെ ബത്തുഹ എന്ന പേരും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പ ഉക്കാദ് ചന്തയിലേക്ക് കച്ചവടത്തിന് പോയിരുന്നു. അപ്പൊ തങ്ങൾ പാപ്പ കച്ചവടത്തിന് പോയിരുന്ന വഴി ഇതാണ്. ഉക്കാദ് ചന്ത ഉള്ളത് ത്വായിഫിലാട്ടാ, ത്വായിഫിന്റെ ഭാഗത്താണ്. അതുപോലെ തന്നെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പ ത്വായിഫിലേക്ക് എന്തായി വലിയ പ്രതീക്ഷയോടെ പോയില്ലേ? ഹലീമത്തു സഅദിയ മഹദി അവരുടെ കാലശേഷം അല്ലേ? ഓക്കെ, അന്ന് പോയതും ഇതുവഴിയാണ്. ആരംഭപ്പൂവിനെയും കൊണ്ട് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ ആ കുഞ്ഞെ പിടിക്കുക ഓടിക്കഴിഞ്ഞാൽ ഇവിടെ ബസ് വെരി ഡേഞ്ചറാണ്. ഹലീമത്തു സഅദിയ മഹദി അവറുകള് ഹബീബായ തങ്ങൾ പാപ്പ ചെറിയ കുഞ്ഞായപ്പോഴാണ് മുലയൂട്ടാൻ കൊണ്ടുപോകുന്നത് അല്ലേ? അന്ന് മുലയൂട്ടാൻ കൊണ്ടുപോയിരുന്ന സ്ഥലവും ഈ കാണുന്ന വഴിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ജബലുൻ നൂറിലേക്ക് ഹബീബായ തങ്ങൾ പാപ്പ എപ്പോഴും പോകുമായിരുന്നു പറഞ്ഞല്ലേ ഖദീജ ഉമ്മാന്റെ വീട്ടിൽ നിന്ന്. അപ്പം അവിടുന്ന് ആ പോയിരുന്ന വഴിയും ഈ കാണുന്ന വഴിയാണ്. ചുരുക്കി പറഞ്ഞാൽ ദർഹുൽ അംബിയ, അതുപോലെ തന്നെ എന്താ പറഞ്ഞത് ബത്തുഹ, അതുപോലെ ത്വരീഖുൽ ഹിജ്ർ, ഒരുപാട് പവിത്രതയുള്ള ഹബീബായ തങ്ങൾ പാപ്പ സ്വഹാബത്തും പോയിരുന്ന വഴി. അതുപോലെ തന്നെ മുത്തിന്റെ ഓരോ പാദങ്ങളും സ്പർശിച്ച പവിത്രമായ വഴിയാണ് ഈ കാണുന്ന വഴി. ഹബീബായ തങ്ങൾ ജന്നത്തുൽ മുഅല്ലയിലേക്ക് ഖദീജ ഉമ്മന്റെ വഫാത്ത് അവിടുന്ന് പറയാം, അവിടുന്ന് ശേഷം എപ്പോഴും പോയിരുന്ന വഴിയാണ്. നല്ല ബറക്കത്തുള്ള വഴിയാണ് എന്നർത്ഥം. ഇതിപ്പോ കാണുമ്പോൾ ബർക്കത്തും കാണില്ല, അതിങ്ങനെ വണ്ടി ഇങ്ങനെ പോകണ്ടേ. പക്ഷെ ഈ മണ്ണിന് നല്ല ബർക്കത്തുണ്ട്. ഒരുങ്ങം കൂടെ ഹസനാഹോളിയുടെ വിശ്വാസം സുദൃഢം, ഇറങ്ങം കൂടെ ഹസനാഹോളിയുടെ മഖബൂലും മബ്റൂറുമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ എല്ലാം ആയിരുന്നല്ലോ ഖദീജ ഉമ്മ. നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണല്ലേ? ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് ഖദീജ ഉമ്മയോളം ഉണ്ടായിരുന്ന മഹബത്ത് മറ്റൊരാളോടുമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹബീബിന് ഭാര്യമാര് മറ്റൊരുപാട് പേര് വന്നിട്ടുണ്ട്. എത്രയൊക്കെ ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും ഖദീജ ഉമ്മ എൻ്റെ ഖദീജ എന്നുള്ളത് എപ്പോഴും മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ പറയുമായിരുന്നു. കാരണം അത്രമാത്രം കുറഞ്ഞ കാലത്തെ ജീവിതത്തിൽ ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് സന്തോഷവും സ്നേഹവും അതുപോലെ തന്നെ സമാധാനവും സംരക്ഷണവും എല്ലാം കൂടെ ഒരുപോലെ കൊടുത്തവരായിരുന്നു മഹദിയായ ഖദീജ ഉമ്മ. ഖദീജ ഉമ്മയോടുള്ള മഹബത്ത് കൊണ്ടല്ലേ ഒരിക്കൽ ഖദീജ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ മഹബത്ത് പറയുമ്പോഴാണ് ആയിഷ ഉമ്മ ചോദിച്ചത്, എന്തിനാണ് നബിയെ ആ വിധവയായ ആ ഉപയോഗിച്ച പ്രയോഗം തന്നെ അങ്ങനെയാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രായമേറിയ ആ പെണ്ണ്, ഞാനൊരു ചെറുപ്പക്കാരിയായ ഒരു പെണ്ണല്ലേ നിങ്ങൾ കൂടുതൽ, പിന്നെ എന്ത് ഇപ്പോഴും ഖദീജ എന്ന് പറഞ്ഞ എന്തിനാ നബിയെ എന്ന് ചോദിച്ചു. അപ്പോ ആയിഷ ഉമ്മ ഇത് പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴും മുത്തായ തങ്ങൾ പാപ്പ എപ്പോഴും പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ ആയിഷൂന് എൻ്റെ ഖദീജാനത്ത് വേറെ ആരും എത്തൂല എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ ആയിഷ ഉമ്മക്ക് ദേഷ്യം പിടിച്ചിട്ട് ആയിഷ ഉമ്മ വീട്ടിലുണ്ടാകുന്ന പാത്രം നിലത്ത് കിട്ടുന്നു.
അങ്ങനൊക്കെ ഉണ്ടായി, ദേഷ്യം പിടിച്ച സ്വാഭാവികം ഉണ്ടാവില്ലേ, അങ്ങനെ വരെ ചെയ്തിരുന്നു ഖദീജ ഉമ്മയെ. അതിന് മാത്രം മഹബത്ത്, അതിന് മാത്രം എന്ത് ചെയ്യുന്നു, പ്രശംസനീയമായിരുന്നു ഹബീബായ തങ്ങൾ പാപ്പ എപ്പോഴും. അങ്ങനെയുള്ള ഖദീജ ഉമ്മ ഹബീബായ തങ്ങൾ പാപ്പ വിവാഹം കഴിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം 40 വയസ്സിലായിരുന്നു അല്ലെ. ഖദീജ ഉമ്മക്ക് 40, ഹബീബിന് എന്നുള്ളത് എത്ര, 25 വയസ്സ്. ഹബീബിന്റെ കൂടെ ഖദീജ ഉമ്മ ജീവിക്കാൻ തുടങ്ങി. ഖദീജ ഉമ്മ വലിയ സമ്പന്നയായിരുന്നു, ഹബീബിന് അന്ന് സമ്പത്തില്ലായിരുന്നു. ഖദീജ ഉമ്മയുടെ തുടക്കത്തിൽ തന്നെ പലരും ചോദിച്ചു, എന്തിനാണ് ഖദീജ ഇങ്ങനെ ഈ പൈസ ഒന്നും ഇല്ലാത്ത ഇയാൾ കൂടെ പോണ്. അങ്ങനെയാണ് ഖദീജ ഉമ്മന്റെ ഈ ഒരു ആക്ഷേപം മുത്തിനെ കുറിച്ച് നിസ്സാരവൽക്കരണം വന്നപ്പോഴാണ് ഖദീജ ഉമ്മയുടെ സമ്പാദ്യം മുഴുവനും ഹബീബായ തങ്ങളുപ്പാപ്പ കൊടുത്ത്, തങ്ങളുപ്പാപ്പ വലിയ പണക്കാരനായി ആ ഒരു സഭയിൽ നിന്ന് ഹബീബിനെ അവർ സംരക്ഷിച്ചത്. ഏതാണ് ഖദീജ ഉമ്മക്ക് 40 വയസ്സാണെങ്കിൽ പോലും ചരിത്രങ്ങൾ കാണാം, ഖദീജ ഉമ്മാക്ക് വയസ്സ് കൂടിയിട്ടുള്ളൂ. ആരോഗ്യം കൊണ്ടോ കാഴ്ചയിൽ ഭംഗി കൊണ്ടോ യാതൊരു കുറവില്ലായിരുന്നു. അത്രയധികം നല്ല ആരോഗ്യമുള്ളവരായിരുന്നു ഖദീജ ഉമ്മ എന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയായി കാണാം. അങ്ങനെയുള്ള ഖദീജ ഉമ്മ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഹബീബിന് 40-ാം വയസ്സിൽ നുബുവത്ത് ലഭിച്ചു. 3 വർഷം എന്തായി, രഹസ്യ പ്രബോധനം, അത് കഴിഞ്ഞ് പരസ്യ പ്രബോധനം. അങ്ങനെ ഹബീബായ തങ്ങൾ പാപ്പ 50-ാം വയസ്സിലാണ് ഇവിടെ ശിഅബ് അബി ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് തങ്ങൾ പാപ്പാനെ സ്വഹാബത്തിനെയും ഉപരോധിക്കണം. ആ ഉപരോധനം കഴിഞ്ഞ് അതിൽ ഈ ഖദീജ ഉമ്മ അടക്കണ്ട്. ഖദീജ ഉമ്മയും ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഉപരോധനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി അധികം വഴിയില്ല. ഖദീജ ഉമ്മ കിടപ്പിലായി, രോഗം വന്ന് കിടപ്പിലായപ്പോ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ രൂപത്തിൽ എല്ലാ നിലക്കും സംരക്ഷിക്കുന്നുണ്ട്. എങ്കിലും ആ സമയത്ത് വരെ ശത്രുക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഖദീജ നിന്റെ അവസാന സമയമാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് പോലും നിനക്ക് വേണ്ടതുപോലെ പരിചരണം തരാൻ പോലും നിന്റെ മുഹമ്മദിന് കഴിയുന്നില്ല ഖദീജ. ഈ സമയത്തെങ്കിലും നീ പറയുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ സംരക്ഷിക്കാം ഖദീജ എന്ന് വരെ പറഞ്ഞു. ഖദീജ ഉമ്മ അവരാരും പറഞ്ഞത് വകവെച്ചില്ല. ഖദീജ ഉമ്മ അവരെല്ലാവരെയും എന്തായി, നെവർ മൈൻഡ് ചെയ്തുകൊണ്ട് അവരെല്ലാവരും ശകാരിച്ചു, ഓടിച്ചു. ഖദീജ ഉമ്മ അങ്ങനെ വല്ലാത്ത രോഗത്തിലായി കിടപ്പിലായിക്കൊണ്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പാക്ക് ഖദീജ ഉമ്മയുടെ വിയോഗം സഹിക്കാൻ കഴിഞ്ഞില്ല. ഹബീബായ തങ്ങൾ പാപ്പ നല്ല മനോധൈര്യമുള്ളവരായിരുന്നു. പക്ഷേ സ്വന്തം കൂടെ ഉണ്ടായിരുന്ന ഖദീജ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഹബീബിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഖദീജ ഉമ്മയുടെ വിയോഗം വല്ലാത്ത വിഷമത്തിലായി. ഖദീജ ഉമ്മ വഫാത്തായപ്പോ ഖദീജ ഉമ്മയെ കൊണ്ടുവന്നു. ഖദീജ ഉമ്മയെ കഫൻ ചെയ്തു, കുളിപ്പിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരെ ഖബറടക്കം ചെയ്യുന്ന സമയത്ത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ അതിനു മുമ്പ് ഖദീജ ഉമ്മയുടെ കാലിന്റെ ഭാഗത്ത് വന്നുകൊണ്ട് മുട്ടുകുത്തി ഇരിക്കുകയാണ്. എന്നിട്ട് ഹബീബ് പൊട്ടി കരയുകയാണ്. എന്റെ ഖദീജ, ഹബീബ് പറയുകയാണ്, എന്റെ ഖദീജയുടെ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചത് ഈ ദീനിന് വേണ്ടിയായിരുന്നല്ലോ. എന്റെ ഖദീജയുടെ ആരോഗ്യം മുഴുവനും ചെലവഴിച്ചത് ഈ ദീനിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ എന്റെ ഖദീജയുടെ എല്ലാം ഈ ദീനിന് വേണ്ടി സമർപ്പിച്ച എന്റെ ഖദീജ ഈ ലോകത്തോട് വിട പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളുപ്പാപ്പ വിഷമം സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയ നിമിഷങ്ങളെ കുറിച്ച് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ഖദീജ ഉമ്മ വിട പറഞ്ഞു. ഖദീജ ഉമ്മയും കൊണ്ട് ജന്നത്തുൽ മുഅല്ലയിലേക്ക് വന്നു. ഖദീജ ഉമ്മയെ ഇവിടെ മറമാടി. അതിനുശേഷം ഹബീബായ തങ്ങൾ പാപ്പാക്ക് വല്ലാത്ത വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. ആരംഭപ്പോ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. അന്ന് വീട്ടിലുണ്ടായിരുന്ന ആകെയുള്ള മകൾ ഫാത്തിമ ഉമ്മ മാത്രമായിരുന്നു. ഫാത്തിമ ഉമ്മ ചെറിയ കുഞ്ഞാണ്. മറ്റു മക്കൾ ആരും ഖദീജ ഉമ്മയുടെ കൂടെ അന്നില്ല. അങ്ങനെ ഫാത്തിമ ഉമ്മ എന്ന ചെറിയ കുഞ്ഞ്, ആ ചെറിയ കുഞ്ഞിനെ ഹബീബായ തങ്ങൾ പാപ്പ പലപ്പോഴും മടിയിൽ ഇങ്ങനെ കിടത്തുമായിരുന്നു. എന്നിട്ട് ഹബീബായ തങ്ങൾ ഇങ്ങനെ ഇരുന്ന് കൈമുട്ട് കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ചരിത്രങ്ങൾ കാണാം. പലരും ഹബീബിനെ കാണാൻ വരുന്നുണ്ട്, പക്ഷേ ആർക്കും ഹബീബായ തങ്ങൾ പാപ്പ മുഖം കൊടുത്തിരുന്നില്ല. കാരണം അത്രമേൽ സയ്യിദ് വേദനിച്ചു. സയ്യിദ് അതിന് മാത്രം വിഷമിച്ചു. ഖദീജ ഉമ്മയുടെ ആ വിയോഗത്താൽ സഹോദരിയാവുന്ന ഖദീജ ഉമ്മയുടെ ഇത്താത്തയാവുന്ന ഖാല ബീവി റളിയല്ലാഹു അൻഹ ഈ വീട്ടിലേക്ക് ഹബീബിനും അതുപോലെ തന്നെ പൊന്നുമോൾ ഫാത്തിമ ചെറിയ
കുഞ്ഞല്ലേ, ആ കുഞ്ഞിനും കൂടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന സമയത്തെ കുറിച്ചൊക്കെ ചരിത്രങ്ങളിൽ കാണാം. ഹബീബായ തങ്ങളുപ്പാപ്പ ഹാലാ ബീവി റളിയല്ലാഹു അൻഹ കയറി വരുമ്പോ ഹബീബിന് ഇങ്ങനെ സഹിക്കാൻ കഴിയുന്നില്ല. കാരണം തങ്ങളുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയല്ലേ, അവർ ജ്യേഷ്ഠത്തി വരുമ്പോ അനിയത്തിയുടെ അതേ ഒരു അനുഭവം വരുള്ളൂ, ഒരേ രക്തമല്ലേ വരുന്നത്. ഹബീബിന് ഖദീജ ഉമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ തീട്ടി വീണ്ടും വരുമായിരുന്നു അത്രേ. അങ്ങനെ ഹാലാ ബീവി റളിയല്ലാഹു അൻഹ വരുമ്പോ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ വീണ്ടും തങ്ങളുപ്പാപ്പക്ക് ടെൻഷൻ കൂടും. ടെൻഷൻ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരെയായി. അങ്ങനെ ഹാലാ ബീവി വന്ന് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി വെച്ചു കൊടുക്കും. എന്നിട്ടും ഹബീബിനോട് കഴിക്കാൻ പറഞ്ഞാലും ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ ഒരൊറ്റ ഇരുത്തമാണ്. ഹബീബ് ഇങ്ങനെ ചിന്തിക്കും, എന്റെ ഖദീജ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ഹബീബായ തങ്ങളുപ്പാപ്പക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഖദീജ ഉമ്മ ഉപയോഗിച്ച വസ്ത്രങ്ങളെല്ലാം, ഖദീജ ഉമ്മയുടെ വസ്ത്രങ്ങൾ, അതുപോലെ ഖദീജ ഉമ്മ ഉപയോഗിച്ചിരുന്ന മാലകൾ, ഇതെല്ലാം ഹബീബായ തങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമായിരുന്നു. എന്നിട്ട് എന്റെ ഖദീജ ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണല്ലോ ഇത് എന്ന രീതിയിൽ ഹബീബായ തങ്ങളുപ്പാപ്പ അതിലേക്ക് ഇങ്ങനെ നോക്കി എപ്പോഴും ചിന്തിച്ച് വിഷമത്തോടെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ 2 വർഷം പിന്നീട് ഒരു സ്ഥലത്തും മണിയറ പോലും കൂടാതെ ഹബീബായ തങ്ങളുപ്പാപ്പ, എന്റെ ഓർമ്മ ശരിയാണ്, 2 വർഷം പിന്നീട് എന്തായാലും ഒരു വിവാഹമായി ഒന്നും തന്നെ ചിന്തിച്ചിട്ടില്ല. അത്രയധികം ഹബീബായ തങ്ങളുപ്പാപ്പ വേദനിച്ചിരുന്ന ഒരു രംഗമായിരുന്നു ഖദീജ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞ നിമിഷം. പ്രിയമുള്ളവരെ, അത്രയധികം ഹബീബിന്റെ മനസ്സിൽ സ്വാധീനിക്കാൻ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് കഴിഞ്ഞു ഖദീജ ഉമ്മ. ആ ഖദീജ ഉമ്മാനെ ചാരത്താണ് ഇപ്പൊ നമ്മളെല്ലാവരും വന്നിട്ടുള്ളത്. എന്റെ മൂത്താപ്പയാവുന്ന ഒരു അറക്കൽ ഉസ്താദ് പറഞ്ഞ് അറിയപ്പെടുന്ന 40 വർഷത്തിന് മുകളിലായിക്കൊണ്ട് ദർസത്തിന് മുദരീസുണ്ട്, വളരെ സൂഫിയാണ്. മഹാനബറുകൾ പറയുന്നതായി കാണാം, ഖദീജ ഉമ്മയുടെ ചാരത്തേക്ക് നിങ്ങൾ ആളുകളെ കൊണ്ടുപോകുമ്പോ അവരോട് പറഞ്ഞു കൊടുക്കണം, ഖദീജ ഉമ്മ ഉമ്മയാണ്. ഒരിക്കലും ഖദീജ ബീവി എന്ന് നമ്മൾ പറയാൻ പാടില്ല. ഖദീജ ഉമ്മ നമ്മുടെ ഉമ്മയാ. നമ്മുടെ ഉമ്മാന്റെ അടുത്ത് ചെന്നുകൊണ്ട് ഏതൊരു മക്കളും എന്താവശ്യം പറഞ്ഞാലും ഉമ്മാനെ കയ്യിലില്ലെങ്കിൽ അപ്പുറത്തുനിന്ന് വാങ്ങിയിട്ടെങ്കിലും ആ കുഞ്ഞിന് കൊടുക്കും. അതാണല്ലോ ഉമ്മമാരുടെ പതിവ്. അതുകൊണ്ട് ഖദീജ ഉമ്മയുടെ ചാര ചെല്ലുമ്പോ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഉടനടി ഇജാബത്തുണ്ടാവും. കാരണം ഹബീബിന്റെ ഹൃദയത്തിൽ അതിന് മാത്രം സ്വാധീനത ഉണ്ടാക്കിയെടുക്കാൻ വലിയ ഭാഗ്യം ലഭിച്ചൊരു മഹദിയാണ് ഖദീജ ഉമ്മ. ഇവിടുന്ന് നേരെ മദീനയിലേക്ക് കൊടുക്കും കണക്ഷന്. പിന്നെ ഇവിടുന്ന് കണക്ഷൻ കൊടുത്താൽ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സഹധർമ്മിണി പറഞ്ഞ അതിനപ്പുറമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ അറക്കൽ ഉസ്താദ് പറഞ്ഞാണ്, ഇവിടെ വരുന്ന എല്ലാ യാത്രക്കാരും പറഞ്ഞു കൊടുക്കണം, എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എന്ത് മുറാദുകളുണ്ടെങ്കിലും ഉമ്മയോട് ചെന്ന് ഉമ്മ എന്ന് വിളിച്ചു തന്നെ നിങ്ങൾ പറഞ്ഞോളൂ, 100% ഇജാബത്ത് ലഭിക്കുമെന്നുള്ളത് വലിയ പണ്ഡിതൻ പറഞ്ഞൊരു വാക്കാണ്. പ്രിയമുള്ളവരോട് പറയാനുള്ളത്, നമ്മൾ ജന്നത്തുൽ ബഖീ ജന്നത്തുൽ മുഅല്ലയിലാണ് നമ്മളുള്ളത് അല്ലേ. നമ്മൾ പവിത്രമായ ജന്നത്തുൽ മുഅല്ല സിയാറത്തിന് വന്നതാണ്. വലിയ മഹത്വമേറിയ സ്ഥലമാണ് ജന്നത്തുൽ മുഅല്ല എന്നുള്ളത്. ഈ ജന്നത്തുൽ മുഅല്ലക്കുള്ള മഹത്വം എന്താണ്? ഇവിടെയാണ് ഖദീജ ഉമ്മ, അതുപോലെ തന്നെ ഒരുപാട് സ്വഹാബത്തിന്റെ എല്ലാവരും ഒരുപാട് പേരുണ്ട്. ഇൻഷാ അല്ലാഹ് പുരുഷന്മാർക്ക് അകത്ത് കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് വലിയ വലിയ മഹാന്മാരുടെ ദർബാറുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ പുണ്യമേറിയ മണ്ണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഖദീജ ഉമ്മയുടെ ദർബാർ എന്നുള്ളത്. അപ്പോൾ അത്ര മഹത്വമുള്ള സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കാര്യമായി ദ്വാരക്കണം. നമ്മളിങ്ങനെ ഉംറകൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നുണ്ട്. ഹബീബിന്റെ മദീന നമ്മൾ സിയാറകളെല്ലാം ചെയ്തു. ഇതൊക്കെ സ്വീകരിക്കണോ വേണ്ടത് റബ്ബിന്റെ അടുത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ദ്വാരക്ക. ഉമ്മയോട് പറഞ്ഞോളൂ, ഇനിയും ഒരുപാട് തവണ മക്കയിലേക്ക് വരണം എനിക്ക്. ഉമ്മയോട് പറഞ്ഞോളൂ, ഹബീബിന്റെ അടുത്തേക്ക് ഇനിയും ഒരുപാട് തവണ വരണം. അതുപോലെ ഉമ്മയോട് പറഞ്ഞോളൂ, ഹബീബെ ഒന്ന് സ്വപ്നത്തിലൊന്ന് കാണണം എന്നുള്ളത് ഉമ്മയോട് പറഞ്ഞ ഇവിടുന്ന് ഏറ്റെടുക്കും, ഒരു സംശയവുമില്ല. അത്ര മഹത്വമേറിയതാണ് ഉമ്മാന്റെ അടുത്തുള്ള ഈ ഒരു സാന്നിധ്യം എന്നുള്ളത്. പ്രിയമുള്ളവരെ, പൊതു ദുആ കഴിഞ്ഞാൽ സ്വന്തമായി ദ്വാരുന്നോളൂ, എന്താണ് ഇജാബത്ത് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സിയാറത്തുകളെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാട്ടുകാരനായ മഹാനായ ബാഫഖി തങ്ങൾ പാപ്പയെ പോലുള്ള ഒരുപാട് പേര് അന്തിയിറങ്ങുന്ന ഒരു ഇടം കൂടെയാണ് ഈ കാണുന്ന ജന്നത്തുൽ മുഅല്ല എന്നുള്ളത്. നമ്മൾ ഇന്നലെ മസ്ജിദ് ആയിഷയിൽ പോയില്ലേ, അവിടുന്ന് പറഞ്ഞല്ലോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരി
സഹോദരി സഹോദരൻ അബ്ദുറഹ്മാനുബിനു അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ ദർബാറിൽ കിടക്കുന്ന ഇവിടെയാണ്. അതുപോലെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പാപ്പ തുടങ്ങിയ ഒരുപാട് പേരുണ്ട് ഇവിടെ കിടക്കുന്നവർ. ഓരോരുത്തരെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഏതായാലും വലിയ മഹത്വമുള്ള സ്ഥലമാണ്. അള്ളാഹു നമ്മുടെ ഈ സിയാറത്തെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കുറച്ച് ഖദീജ ഉമ്മയെ കാണുന്ന സ്ഥലം വരെ പോവാം. എന്നാൽ അവിടെ നമ്മൾ ഇവിടുന്ന് പൊതു ഖദീജ ഉമ്മയുടെ ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഞങ്ങൾ ജന്നത്തുൽ മുഅല്ലയിലേക്ക് സിയാറൊക്കെ പോയി. ഉമ്മയാവുന്ന ഖദീജ ഉമ്മയെ ഞങ്ങൾ സിയാറത്ത് ചെയ്തു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഒരുപാട് സന്തോഷം തോന്നി കാണുമ്പോൾ. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ സിയാറകളെല്ലാം കഴിഞ്ഞു. എല്ലാവരും പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും എല്ലാവരും നമ്മുടെ ഖദീജ ഉമ്മാൻ്റെ ചാരത്തേക്ക് വരികയാണ്. ഇത് ജന്നത്തുൽ മുഅല്ലയിലെ ഖബർസ്ഥാനാണ്. ഈ ഖബർസ്ഥാൻ ജന്നത്തുൽ മുഅല്ല എന്നല്ല, ജന്നത്തുൽ ബഖി എന്നല്ല, ഇത് ഖദീജ ഉമ്മയുടെ ഖബർസ്ഥാൻ കേട്ടോ. ഇതാണ് ഖദീജ ഉമ്മയുടെ ഖബർ. അതിനകത്താണ് അവരാവുന്ന മകൻ വഫാത്തായ മകൻ്റെയും കൂടെ മഖ്ബറുണ്ട്. അങ്ങനെ ഇവിടുത്തെ പൊതുവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ജന്നത്തുൽ മുഅല്ലയിലൊക്കെ ഖബർസ്ഥാനുകളിലൊന്നും പേരുകൾ എവിടെയും എഴുതപ്പെടുകയില്ല. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഒറ്റ ഖബറിലും നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒറ്റ ഖബറുകളിലും പേരുകൾ എഴുതപ്പെടുകയില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇവിടെ നിന്നെല്ലാം ഫാത്തിഹ എല്ലാം ഓതിയതിനു ശേഷം ഇവിടെ പരിസരത്തുള്ള ഓരോ മഹാന്മാരുടെ ദർബാറുകൾ ഇവരെല്ലാവരുടെയും ദർബാറുകളുടെ പേര് ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇതിൽ ഒരുപാട് പേര് വലിയ വലിയ മഹാന്മാരുണ്ട്. എല്ലാവരുടെയും ദർബാറുകൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നതെല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം. അൽഹംദുലില്ലാ. ഏതായാലും ഒരുപാട് സന്തോഷം ഇവിടെയൊക്കെ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞല്ലോ. ജന്നത്തുൽ മുഅല്ല എന്ന് പറഞ്ഞാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പൊക്കെ സിയാറത്ത് ചെയ്ത ഖദീജ ഉമ്മയെ ഹബീബായ തങ്ങളുപ്പാപ്പ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ശേഷം ഹബീബായ തങ്ങളുപ്പാപ്പാൻ്റെ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞല്ലേ. ഏതായാലും അതെല്ലാം കഴിഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. ഞങ്ങൾ തിരിച്ച് നേരെ ഫുന്ദുക്കിലേക്ക് പോവുകയാണ്. വേഗം പോകണം, കാരണം സമയം വൈകിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ ബുദ്ധിമുട്ടായി പോകും. പ്രിയമുള്ളവരെ, നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.